അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏവർക്കും റസ്സ വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് ജമാദുൽ ഊല 12-ാം ദിനം. മഹാനായ സയ്യിദി അഹ്മദ് അൽ കബീർ റിഫാഇ റളിയല്ലാഹു അൻഹുവിൻ്റെ ആണ്ടിൻ്റെ ദിവസമാണ്. മഹാനായ ഖുത്ബുൽ അഖ്താബ് അശ്ശൈഖ് അഹ്മദ് അൽ കബീർ റിഫാഇ റളിയല്ലാഹു അൻഹു. 4 ഖുത്ബുകളുടെ പേര് നമ്മളിങ്ങനെ മദ്രസയിലൊക്കെ പഠിച്ചിട്ടുണ്ടല്ലേ. കഴിഞ്ഞ മാസം മഹാനായ സയ്യിദി ഔസുൽ അഅ്ലം അബ്ദുൽ ഖാദിർ അൽ ജീലാനി റളിയല്ലാഹു അൻഹുവിൻ്റെ ആണ്ട് നമ്മൾ സംഗമിച്ചിരുന്നു. അവിടത്തേക്ക് വേണ്ടി ഒരുപാട് നന്മകൾ നമുക്ക് ഹദിയ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അവരുടെ മദദ് അല്ലാഹു നൽകട്ടെ. ഇന്ന് റിഫാഇ ശൈഖ് റളിയല്ലാഹുവിൻ്റെ ആണ്ടാണ്. വഫാത്തായിട്ട് ഇപ്പോൾ എത്രയോ വർഷങ്ങളായില്ലേ, 1000-ൽ പരം വർഷമായി മഹാനവറുകൾ വഫാത്തായിട്ട്. ഇന്നും നമ്മൾ ഓർക്കുകയാണ് മഹാനവറുകളെ, ഇന്നും ഓർക്കുകയാണ്. റിഫാഇ റളിയല്ലാഹുവിൻ്റെ പേരിൽ മൗലിദ് നടത്തുന്നു, റാത്തീബ് നടത്തുന്നു അല്ലേ. കാരണം അത്ര വലിയ മഹാനാണ്, അത്ര വലിയ മഹത്തുക്കൾക്കല്ലേ അങ്ങനെ വലിയ ഓർമ്മ ജനമനസ്സുകളിലേക്ക് അള്ളാഹു കൊടുക്കുക. മുഅ്മിനീങ്ങൾ ഓർക്കണമെങ്കിൽ, അവരുടെ ഖൽബിൽ ഇവരുടെ നാമങ്ങൾ വരണമെങ്കിൽ അത്ര വലിയ മഹത്തുക്കൾക്കേ അതിന് കഴിയുന്നതാണ്. മഹാനവറുകളുടെ പേര് അബുൽ അബ്ബാസ് അഹ്മദ് ബിൻ അലി അർ റിഫാഇ എന്നാണ്. സുബ്ഹാനക യാ റബ്ബ്. അഹ്മദ് എന്ന നാമത്തിൽ, മുത്തുനബി തങ്ങളുടെ നാമത്തിലാണ് മഹാനവറുകൾ ജനിച്ചു വീഴുന്നത്. ഒരുപാട് സ്ഥാനപ്പേരുണ്ട്. അതിൽ വളരെയേറെ ശ്രേഷ്ഠതയോടെ നമ്മളെപ്പോഴും പറയുന്ന ഒന്നാണ് സുൽത്താനുൽ ആരിഫീൻ. ആരിഫീങ്ങളുടെ സുൽത്താനാണ്, അള്ളാനെ അറിഞ്ഞവരുടെ സുൽത്താനാണ് മഹാനവറുകൾ. അവിടുത്തെ ഉമ്മയുടെ പേര് ഫാത്തിമ റളിയല്ലാഹു അൻഹ. മഹാനായ സയ്യിദ് ജീലാനി തങ്ങളുടെ ഉമ്മയുടെ പേരിലും ഫാത്തിമ എന്നാണ് അല്ലേ. ഫാത്തിമ ഉമ്മ വലിയ ആരിഫച്ചായിരുന്നു. അവരുടെ പിതാവ് അലി ഇബ്നു യഹ്യ വലിയ സ്വാലിഹായ മനുഷ്യനായിരുന്നു. രണ്ടുപേരും സയ്യിദന്മാരാണ്. അപ്പോൾ വെറും വലിയല്ല, വെറും ആരിഫ് മാത്രമല്ല, സയ്യിദാണ്, അഹ്ലു ബൈത്താണ്. മഹാനായ സയ്യിദി അഹ്മദ് അൽ കബീർ റിഫാഇ റളിയല്ലാഹു അൻഹു. അതുപോലെ തന്നെ അവിടുത്തെ ജീവിതം വലിയ അത്ഭുതം നിറഞ്ഞൊരു ജീവിതമായിരുന്നു. ഉമ്മ ഗർഭം ധരിച്ചിരുന്ന സമയത്ത് തൻ്റെ കുടുംബക്കാരനും കൂടെയായ വലിയ അള്ളാൻ്റെ ഔലിയാക്കളിൽപ്പെട്ടൊരു മഹാനുണ്ട്, അബൂ മുഹമ്മദ് റഹിമഹുല്ല. ഉമ്മ ഗർഭം ധരിച്ചിരുന്ന സമയത്ത് ഇടക്കിടക്കൊക്കെ അബൂ മുഹമ്മദ് റഹിമഹുല്ലയുടെ അടുക്കൽ പോകുന്നു ആരംഭിക്കാനായിട്ട്. അപ്പോൾ എപ്പോൾ ചെന്നാലും ഈ ഉമ്മാനെ കാണുമ്പോൾ ഉമ്മയേക്കാൾ പ്രായമുള്ള കുടുംബക്കാരനായ ഒരു വലിയ ഒരു മഹാൻ ചാടി എഴുന്നേറ്റ് നിൽക്കും. അപ്പോൾ ഇവർക്കൊരു പ്രയാസം പോലെ ഫാത്തിമ ഉമ്മാക്ക്. അവർ ചോദിച്ചു, എന്താണങ്ങ് ഇങ്ങനെ എഴുന്നേക്കാൻ കാരണം? മോളെ വേറൊന്നുമല്ല, നിൻ്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞുണ്ടല്ലോ, ആ കുഞ്ഞിനോടുള്ള ബഹുമാനം കൊണ്ടാണ്. അള്ളാഹുവിൻ്റെ മുഖറബീങ്ങളിൽപ്പെട്ട മഹാനാണ് നിൻ്റെ വയറ്റിൽ വളരുന്നത് മോളെ. സയ്യിദി അഹ്മദ് അൽ കബീർ റിഫാഇ റളിയല്ലാഹു അൻഹു. അവിടുത്തെ മാമയുണ്ട് അബൂ മൻസൂർ റഹിമഹുല്ല. അദ്ദേഹം ഒരിക്കൽ സ്വപ്നം കാണുന്നുണ്ട് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിക്കുന്നുണ്ട്. യാ മൻസൂർ, യാ മൻസൂർ, മൻസൂർ എന്നവരെ, അബ്ശുറുക്, നിങ്ങളെ ഞാനൊരു സന്തോഷ വർത്തമാനം അറിയിക്കുകയാണ്. നിങ്ങളുടെ സഹോദരി ഒരാൺകുട്ടിക്ക് ജന്മം നൽകാൻ പോകുന്നു. ബഅദ 40 യൗമൻ, 40 ദിവസം കഴിയുമ്പോൾ യകൂന ഇസ്മൻ അഹ്മദ് റിഫാഇ, ആ കുട്ടിയുടെ പേര് അഹ്മദ് റിഫാഇ എന്നായിരിക്കുമെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞൊരു വാക്കുണ്ട്, ഞാൻ അംബിയാക്കളുടെ നേതാവാണെന്നതുപോലെ ഹുവ റഅസുൽ ഔലിയ, ആ കുട്ടി ഔലിയാക്കളുടെ നേതാവായിരിക്കും, ഔലിയാക്കളുടെ തലയായിരിക്കുമെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വപ്നത്തിലൂടെ മൻസൂർ റഹിമഹുല്ലക്ക് അറിയിപ്പ് നൽകുകയാണ്. അങ്ങനെ റജബ് 15-ാം ദിവസമാണ് മഹാനവറുകൾ ജനിക്കുന്നത്. അവിടെ നിന്ന് വല്ലാത്ത അത്ഭുതമായിരുന്നു. റജബ്, ഷഅബാൻ, പിന്നെ റമദാൻ. റമദാനിൽ സയ്യിദ് ജീലാനി തങ്ങളുടേതിന് സമാനമായിട്ട് കുഞ്ഞ് പാല് കുടിക്കില്ലായിരുന്നു അല്ലേ. കുഞ്ഞിനിതിപ്പോൾ എങ്ങനെ തിരിച്ചറിയുക? കുഞ്ഞിന് തക്ലീഫില്ലല്ലോ. അതൊക്കെ നമ്മുടെ കേവല ബുദ്ധി കൊണ്ട് ചിന്തിക്കുമ്പോഴല്ലേ. ഖുർആനിലുണ്ടല്ലോ, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഫിർഔൻ്റെ കയ്യിലെത്തിയപ്പോൾ പാല് കൊടുത്തിട്ട് കുടിക്കണില്ല. എത്രയോ ആളുകൾ വരിവരിയായി നിൽക്കുമ്പോഴും പാല് കൊടുത്തിട്ട് കുടിക്കണില്ല. അവസാനം ഉമ്മ വന്ന് നെഞ്ചോട് ചേർത്ത് വെച്ചപ്പോൾ വേഗം വലിച്ചു കുടിക്കുകയാണ്. അത് ഉമ്മയാണ്, ഉമ്മയുടെ പാല് നീ കുടിക്കണം എന്ന് ആ കുഞ്ഞിനെ ആരാണ് മനസ്സിലാക്കി കൊടുത്തത്? അല്ലാഹ്. ആ റബ്ബാണ് ഈ കുഞ്ഞുങ്ങളെയും പോറ്റുന്നത്. എത്രയേ ഉള്ളൂ. അത് അള്ളാൻ്റെ ഔലിയാക്കളിൽ, അമ്പിയാക്കളിൽ പ്രകടമാകുന്ന കാര്യങ്ങളാണ്. അത് കേവല ബുദ്ധി കൊണ്ട് മനസ്സിലാവില്ല. പിന്നെ അവിടെ നിന്ന് വളർന്ന് വലുതായി സേവനം, ആ ചെറുപ്രായത്തിൽ തന്നെ എല്ലാ സൃഷ്ടികളോടും സേവനം ചെയ്യുന്ന മനസ്സുണ്ടായിരുന്നു. കുട്ടിയായിരിക്കുമ്പോൾ നമ്മൾ ചെറുപ്പത്തിലൊക്കെ ഈ സ്ലേറ്റ് പച്ച വെച്ചിങ്ങനെ മായ്ക്കും അല്ലേ. ചെറിയ ഒരു തണ്ടുണ്ടല്ലോ, ഒരു പച്ചയുണ്ട്, അത് വെച്ചിങ്ങനെ മായ്ക്കും. എന്നതുപോലെ അന്ന് വെള്ളത്തിൽ മുക്കിയിട്ട് എഴുത്തുപലക മായ്ച്ചിരുന്നു. അപ്പോൾ അന്ന് തണുത്തുറഞ്ഞ വെള്ളമാണ്, ഭയങ്കര തണുപ്പായിരുന്നു. അപ്പോൾ വിരലിങ്ങനെ മുക്കുമ്പോഴേക്ക് നമുക്ക് പറ്റൂല, സഹിക്കാൻ പറ്റൂല, തണുത്തുറഞ്ഞു പോകും വിരൽ. അപ്പോൾ മഹാനായ സയ്യിദി അഹ്മദ് അൽ കബീർ റിഫാഇ റളിയല്ലാഹു അൻഹു കുട്ടിയാണ്. വിളിച്ചു പറയുന്നുണ്ട്, കൂട്ടുകാരെ, നിങ്ങൾക്ക് ആർക്കെങ്കിലും വിരൽ മുക്കിയിട്ട്
ക്ലീൻ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ ചെയ്തു തരാം കേട്ടോ. അങ്ങനെ ഓരോരുത്തർക്കും വേണ്ടിയിട്ട് സ്വന്തം വിരല വെള്ളത്തിൽ തണുത്തുറഞ്ഞ വെള്ളത്തിൽ മുക്കിയിട്ട് ക്ലീൻ ചെയ്ത് കൊടുത്തിരുന്നു എന്നാണ്. ചെറുപ്പം മുതലേ ആ ഒരു സഹജീവികളോടുള്ള വല്ലാത്ത മനസ്സ്, പാവപ്പെട്ടവരെ സഹായിക്കുക, അവർക്ക് വേണ്ടി അധ്വാനിക്കുക. ഔലിയാക്കൾ അങ്ങനെയല്ലേ? അള്ളാൻ്റെ സ്വഭാവം നിങ്ങളിൽ ഉണ്ടാകണം എന്നാണ് മുത്തുനബി തങ്ങൾ പറഞ്ഞത്. അത് ഔലിയാക്കളുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ പറ്റും, ഇല്ലേ? കാണാൻ പറ്റും. അള്ളാഹു അങ്ങനെയുള്ള ഔലിയാക്കളുടെ പിന്നാലെ നടക്കാൻ നമുക്ക് തൗഫീക്ക് നൽകട്ടെ. 7ാമത്തെ വയസ്സിൽ ബാപ്പ മരണപ്പെടുന്നുണ്ട്. പിന്നെ ഉമ്മ മാമയൊക്കെ ചേർന്നാണ് മഹാനവറുകളെ വളർത്തുന്നത്. 20ാമത്തെ വയസ്സിൽ മാമയായ മൻസൂർ റഹിമഹുല്ല തൻ്റെ സ്ഥാനവസ്ത്രം ത്വരീഖത്തിൻ്റെ ഹിർക്ക മഹാനായ സയ്യിദി അഹമ്മദ് തങ്ങളെ ധരിപ്പിക്കുന്നുണ്ട്. അവിടുത്തെ അനന്തരാവകാശിയെ ത്വരീഖത്തിൻ്റെ മുഴുവൻ ഷെയ്ഖാക്കി മഹാനവറുകളെ സ്ഥാനം അണിയിപ്പിക്കുന്നുണ്ട്. അപ്പോൾ കുടുംബത്തിൽ ഭാര്യ മക്കളൊക്കെ ചോദിക്കുന്നുണ്ട്, മൻസൂർ എന്നവരെ ശരിക്കും നിങ്ങളുടെ അനന്തരാവകാശികൾ മക്കളല്ലേ? മക്കളുണ്ടായിരിക്കുമ്പോൾ പെങ്ങളുടെ മോനല്ലല്ലോ ആകേണ്ടത്. ഞാൻ വെറുതെ ആക്കിയതല്ല, അതിന് ചില കാരണങ്ങളുണ്ട്. തൻ്റെ മക്കളെയും അഹമ്മദുൽ കബീർ റിഫായി തങ്ങളെയും വിളിച്ചു. 20 വയസ്സുള്ളൂ കേട്ടോ. രണ്ടുപേരുടെയും കയ്യിൽ ഓരോ കോഴീനെയും കൊടുത്തു, കത്തിയും കൊടുത്തു. എന്നിട്ട് നിങ്ങൾ ആരും കാണാത്തൊരു സ്ഥലത്ത് പോയി ഇത് അറുത്തുകൊണ്ടുവരാൻ പറഞ്ഞു. അപ്പോൾ രണ്ടുപേരും ഓടി വന്നു കേട്ടോ. മക്കൾ അറുത്ത് സെറ്റപ്പാക്കിയിട്ടാണ് വന്നേക്കണത്. റിഫായി ഷെയ്ഖ് റളിയല്ലാഹു അൻഹു ആണെങ്കിൽ അറുത്തിട്ടുമില്ല. അറുത്തുകൊണ്ട് വരാൻ പറഞ്ഞല്ലോ, അറുത്തിട്ടില്ല. അപ്പോൾ മൻസൂർ എന്നവർ ചോദിക്കുന്നുണ്ട്, അല്ല മോനും തറക്കാഞ്ഞത്? അങ്ങ് എന്താ എന്നോട് പറഞ്ഞത്? ആരും കാണാത്ത സ്ഥലത്ത് പോയി അറുത്തുകൊണ്ട് വരാനല്ലേ? ആരും ഇല്ലാത്ത സ്ഥലത്ത് പോയി അറുക്കാനല്ലേ? അല്ല ഇല്ലാത്തൊരു സ്ഥലവും ഞാൻ കണ്ടില്ല, അല്ല കാണാത്തൊരു സ്ഥലവും ഞാൻ കണ്ടില്ല. ഇതാണ് അള്ളാൻ്റെ ഔലിയാക്കൾ. മൻസൂർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇപ്പോൾ മനസ്സിലായില്ല നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഞാൻ റിഫായി അഹ്മദ് അൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹുവിനെ എൻ്റെ സ്ഥാനവസ്ത്രം അണിയിപ്പിച്ചതെന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായില്ലേ എന്നാണ്. ചെറുപ്പം മുതലേ ആ സുഹദിൻ്റെ പാതയത്തിലുണ്ടായിരുന്നു മഹാനവറുകൾ. അബൂ സക്കരിയ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, മഹാനവറുകളുടെ മജ്ലിസിൽ പോയി ഇൽമു പഠിക്കാനിരിക്കും. 1,00,000 ആളുകളുണ്ടാവും. അത്രേ 1,00,000 ആളുകൾ. അതായത് മുഹീദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹുവിൻ്റെ കറാമത്ത് പോലെ തന്നെ ഇവിടെ നിന്ന് പറയുന്നത് ആ ലാസ്റ്റ് 1,00,000 അവസാനം ഇരിക്കുന്ന മനുഷ്യനും ഒരുപോലെ കേൾക്കാൻ പറ്റും. ഇപ്പം എനിക്ക് എൻ്റെ തൊണ്ടയിൽ കിച്ച് വന്നിട്ടുണ്ട്. ഞാനീ പറയണത് മൈക്കിൻ്റെ ഒരു പ്രശ്നം വന്നാൽ എൻ്റെ തൊണ്ട അടഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റില്ല. മഹാനായ സയ്യിദി അഹ്മദ് അൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു ആ ഫ്രണ്ടിലുള്ളത് ബാക്കിൽ കേട്ടിരുന്നു എന്നാണ്. ആ മജ്ലിസിലിരുന്നു കൊണ്ട് 8,000-ഓളം ജൂതന്മാരും ക്രിസ്ത്യാനികൾ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. 1000-കണക്കിന് ആളുകൾ തൗബ സ്വീകരിച്ചിട്ടുണ്ട്. ബോധമറ്റ് വീണിട്ടുണ്ട്. മരിച്ച മയ്യത്തുകൾ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. അത്ര വലിയ ജനമനസ്സുകളിലേക്ക് ഇറങ്ങിച്ചെന്ന മഹാൻ സയ്യിദി അഹ്മദ് അൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു. എന്തിനേറെ എല്ലാ ജീവികളോടും. ഒരിക്കൽ ഒരു കുഷ്ഠരോഗം ബാധിച്ച നായ കിടപ്പുണ്ടായിരുന്നു റോട്ടിൽ. നമ്മളാണെങ്കിൽ എന്ത് ചെയ്യും? അവിടെ പോയിരുന്ന് ആ നായയെ ശുശ്രൂഷിച്ച് അതിന് വേണ്ട മരുന്ന് കൊടുത്ത് ശിഫയാകുന്നത് വരെ പരിപാലിക്കുന്ന അള്ളാഹിൻ്റെ ഔലിയാക്കളിൽപ്പെട്ട മഹാൻ സയ്യിദി അഹ്മദ് അൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു. ത്വരീഖത്തിൻ്റെ മശായിഖന്മാർക്ക്, ത്വരീഖത്തിലേക്ക് കടന്നൊരു മനുഷ്യന്, ശരീഅത്ത് തന്നെ കൃത്യമായി കൊണ്ട് നടക്കുന്നവന് റിഫായി ഷെയ്ഖ് റളിയല്ലാഹു അൻഹു എങ്ങനെ മാറ്റി നിർത്താൻ പറ്റും? അവിടുത്തെ വഫാത്തിൻ്റെ ദിവസമായി ഇന്ന് ഏറ്റവും വലിയൊരു സമ്മാനം നമ്മുടെ ജീവിതത്തിൽ മഹാനവറുകളുടെ മദദ് ഉണ്ടാകാൻ അല്ലേ? അത് മുഹീദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹുവിൻ്റെ വഫാത്തിൻ്റെ അന്ന് പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ചെയ്യാനായിട്ട് ഒരുപാട് മഹാനവറുകളെ കുറിച്ച് പറയാനുണ്ട്. ഞാനതിലേക്ക് കടക്കുന്നില്ല. ഇന്നിപ്പോൾ സ്വഭാവുൽ ഹൈർ തന്നെ ഇച്ചിരി നീണ്ട് നിങ്ങൾക്ക് പ്രയാസമായി എന്നുള്ളൊരു സംശയമാണ് എനിക്ക്. അതുകൊണ്ട് അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. മഹാനായ സയ്യിദി അഹ്മദ് അൽ കബീർ റിഫായി റളിയല്ലാഹുവിൻ്റെ പേരിൽ ഒരു ഫാത്തിഹ ഓതാൻ പറ്റൂലേ നമുക്ക്, അല്ലേ? അവർക്കൊരു ഫാത്തിഹ എപ്പോഴും ഓതുകിൽ അവരെ ദുആഉം ബറക്കത്തും ഉണ്ടാമേ ബിൽ ഖുതുബി റബ്ബാനി വൽ ഗൗസി സമദാനി നജ്ജീനാ മിൻ കുല്ലി ആഫാതി യാ അല്ലാഹ്. ഒരു ഫാത്തിഹ അവരുടെ ദുആയും ബറക്കത്തും ഒക്കെ കിട്ടാൻ, അവരുടെ സഹായം ലഭിക്കാൻ അത് കാരണമാണെന്നാണ്. പടച്ച റബ്ബ് ആ മഹത്തുക്കരുടെ മദദ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു ഫാത്തിഹ അല്ലേ? എപ്പോഴും ഇന്ന് ഈ സദസ്സ് കഴിയുമ്പോൾ തന്നെ ഷെയ്ഖ് റിഫായി തങ്ങളുടെ പേരിൽ ഒരു ഫാത്തിഹ പോലും ഓതാത്ത ഒരാളുണ്ടാകാൻ പാടില്ല. അവിടുത്തെ മദദ് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 2 വരി നിങ്ങൾ ജവാബ് മാത്രം ചൊല്ലിയാൽ മതി കേട്ടോ. സ്ക്രീനിൽ കാണുന്ന പോലെ ബിസ്മില്ലാ. يا جموع المادحين يا جنود الواصلين أكثروا مدحا مبينا بقلوب الرائبين يا ولي
رضا عليك يا كبير رضا عليك يا غياث رضا عليك الرحيم حيا عليك أن تنادوا يا كبير واهب الخير الكثير واسع العلم المنير وسعا علما مبينا يا ولي رضا عليك يا كبير رضا عليك يا غياث رضا عليك الرحيم حيا عليك أنت غوث العالمين أنت منجي الهالكين أنت مرشد الأمين وارحمنا المذنبين يا ولي رضا عليكم يا كبير رضا عليك يا غياث رضا عليك الرحيم حيا عليك أنت زين الأولياء أنت حبيب الأنبياء كنت قوتب الأصفياء جد لنا فوزا قمينا يا ولي رضا عليك يا كبير رضا عليك يا غياث رضا عليك الرحيم حيا عليك. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. അപ്പോൾ മഹാനായ സയ്യിദ് അഹ്മദ് അൽ കബീർ റിഫാഇ റളിയല്ലാഹു അൻഹുവിൻ്റെ പേരിൽ നമ്മൾ ഈ ഒരുമിച്ച് കൂടിയ ചെറിയ സദസ്സ് അള്ളാഹു സ്വീകരിക്കട്ടെ. അവിടുത്തെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ ലക്ഷ്യങ്ങളും അള്ളാഹു പൂർത്തീകരിക്കട്ടെ. എല്ലാ സങ്കടങ്ങളും അള്ളാഹു നീക്കിത്തരട്ടെ. ഒരൊറ്റ ഫാത്തിഹ ഈ സദസ്സ് കഴിയുന്നതോടുകൂടെ എല്ലാവരും ഓതിയിട്ട് കൽബറിഞ്ഞ് മഹാനവറുകളുടെ ഹദറത്തിലേക്ക് ഹദിയ ചെയ്തുകൊണ്ട് അള്ളാഹുവിലേക്ക് കൈ ഉയർത്ത് മഹാനവറുകളുടെ ബറക്കത്ത്, ആ ബറക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മുടെ ഈ മനസ്സലാമത്താക്കി തരട്ടെ. ബിഹഖി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലിം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.